सशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। कूजन्तम् राम रामेति मधुरम् मधुराक्षरम् आरुह्य कविताशाखाम् वन्दे वाल्मीकिकोकिलम्। रामाय रामभद्राय रामराय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। ओम श्री सीता लक्ष्मण भरत शत्रुघ्न हनुमत समेत श्री रामचंद्र स्वामिने नमः। ओम श्री आंजनेय स्वामिने नमः। ഹരി ഓം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ലോകം മുഴുവനുള്ള മലയാളികൾ ഈ കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരുന്നു. കേരളം മുഴുവൻ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ സത്സംഗ സമിതികളിലും ഗൃഹങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങുന്നു. വളരെ ധന്യമായ ദിവസങ്ങൾ. ഈ ദിവസത്തിൽ നമുക്ക് രാമായണത്തെക്കുറിച്ച് അല്പം വിചിന്തനം ചെയ്യാം. രാമായണം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം പലരും പറയുമെങ്കിലും രാമസ്യ അയനം, രാമന്റെ വഴി എന്നും കൂടി അത് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. രാമന്റെ യാത്ര എന്നും രാമന്റെ ലക്ഷ്യമെന്നും രാമന്റെ വഴി എന്നും അർത്ഥമുണ്ട്. രാമന്റെ വഴിയാണ് യഥാർത്ഥത്തിൽ രാമായണം. ഏതാണ് രാമന്റെ വഴി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു വഴിയെ രാമൻ അറിയുള്ളൂ, അത് ധർമ്മത്തിന്റെ വഴി. വേദം ധർമ്മം ചര എന്ന് നമ്മളോട് ഉപദേശിക്കുന്നു. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ അതിഥി ദേവോ ഭവ മുതലായ ഉപദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപദേശമാണ് ധർമ്മം ചര. നമ്മുടെ രണ്ട് ഇതിഹാസങ്ങളും ഈ ധർമ്മം ചര എന്നുള്ള ആ ഒരു വേദ ഉപദേശത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി രണ്ട് ചരിത്രങ്ങളെ അവതരിപ്പിച്ചതാണ്. രണ്ട് കാലത്തെ രണ്ട് ചരിത്രങ്ങൾ. ഇതിഹാസം എന്നാൽ ഇതിഹാസം, ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ സംഭവിച്ച കഥയാണ് ഇതിഹാസങ്ങൾ. പുരാണങ്ങൾ അങ്ങനെയല്ല. പുരാണങ്ങളിൽ സംഭവിച്ചതും അതുപോലെ തന്നെ ആലങ്കാരികമായി അതിനോട് കൂട്ടിച്ചേർത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അത് പുരാണങ്ങളുടെ ദൗത്യം എന്നുള്ളത് ആധ്യാത്മികമായിട്ടുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നതാണ്. ആ പുരാണങ്ങൾ ശ്രവിക്കുന്നവരുടെ മനസ്സിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ജനിപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. നമ്മുടെ അധ്യാത്മരാമായണം ആ ഒരു പുരാണ ഭാഷയാണ്. കേരളത്തിൽ നമ്മളെല്ലാം നിത്യപാരായണം ചെയ്യുന്ന സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് എഴുതി തന്നിട്ടുള്ള രാമായണം, അത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വ്യാസൻ എഴുതി ചേർത്തിട്ടുള്ള സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പരിഭാഷയാണ്. അപ്പൊ അത് ബ്രഹ്മാണ്ഡ പുരാണമാണ്. ആ പുരാണത്തിന്റെ ദൗത്യം തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തലാണ്. എന്നാൽ ഒറിജിനൽ രാമായണം എന്നുള്ളത് വാൽമീകി രാമായണമാണ്. ആ രാമായണത്തിൽ അതിന്റെ മുഖ്യ ദൗത്യം
4 പുരുഷാർത്ഥങ്ങളെ സാധിക്കുവാനുള്ള ഉപദേശങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ധർമ്മം ചര എന്നതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് മനുഷ്യ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള 4 പുരുഷാർത്ഥങ്ങൾ. ആ പുരുഷാർത്ഥങ്ങൾ നേടണമെങ്കിൽ ആദ്യം ധർമ്മത്തിൽ അടിയുറച്ചിരിക്കണം. നമ്മുടെ ജീവിതം ധർമ്മത്തിൽ ഉറച്ചതാവുമ്പോൾ ആ ധാർമ്മികമായി നമുക്ക് വന്നു ചേരുന്ന ധനം അഥവാ സമ്പത്ത്, അർത്ഥം, അതുപോലെ അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച്, നമ്മുടെ സമ്പത്തിനനുസരിച്ച് നമ്മുടെ കാമങ്ങൾ അഥവാ സുഖഭോഗങ്ങൾ നമുക്ക് അർഹതയുള്ളത് അനുഭവിക്കാം. അതിലൂടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച് മോക്ഷം എന്നുള്ളതായിട്ടുള്ള പുരുഷാർത്ഥം നേടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടത് ഏറ്റവും ഉറച്ച അടിത്തറ ധർമ്മമാണ്. ആ ധർമ്മത്തെ ഒരു മാതൃകാ പുരുഷനിലൂടെ അവതരിപ്പിക്കുകയാണ് വാൽമീകി മഹർഷി ചെയ്യുന്നത്. നാരദ മഹർഷിയുടെ ഉപദേശമനുസരിച്ച്, ബ്രഹ്മദേവന്റെ നിർദ്ദേശമനുസരിച്ച് നാരദ മഹർഷി വാൽമീകി മഹർഷിയോട് വന്ന് ഈ ധർമാർത്ഥ കാമങ്ങളെ ലോകത്തിന് ഉപദേശിക്കുന്നതായിട്ടുള്ള നല്ലൊരു ഇതിഹാസം കാവ്യരൂപത്തിൽ രചിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് പറ്റിയ ഒരു മാതൃകയുണ്ടോ എന്ന് വാൽമീകി നാരദനോട് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞുകൊടുത്ത ഉദാത്തമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭു. 66 ഗുണങ്ങളാണ് നാരദ മഹർഷി അവിടെ വാൽമീകി മഹർഷിക്ക് രാമനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അവതരിപ്പിക്കുന്നത്. അതിൽ എല്ലാ ഗുണങ്ങളും അതിന്റെ നിറവിൽ, പൂർണ്ണതയിൽ ആ രാമനിൽ കാണാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ധർമ്മം ചര എന്നുള്ള ആ വേദങ്ങളുടെ, ശാസ്ത്രങ്ങളുടെ എല്ലാം ഉപദേശത്തെ അക്ഷരാർത്ഥത്തിൽ തലനാരിഴ കീറി കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള രാമനെയാണ്. അതിന്റെ പേരിൽ തനിക്ക് എന്തെല്ലാം നഷ്ടം വന്നാലും, തന്റെ ജീവിതത്തിൽ ഭൗതികമായ ദൃഷ്ടിയിൽ നോക്കിയാൽ എന്നും നഷ്ടങ്ങൾ മാത്രമേ രാമനെ കാണാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷേ ആ നഷ്ടങ്ങളൊന്നും അദ്ദേഹം ഗണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമായിട്ടുള്ള ഗണന ധർമ്മത്തെക്കുറിച്ച് മാത്രമാണ്. അങ്ങനെ ധർമ്മ അനുഷ്ഠാനത്തിന്റെ മൂർത്തിയായി രാക്ഷസനായ മാരീചനെ കൊണ്ട് തന്നെ രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ മൂർത്തി ഭാവമാണ് എന്ന് പറയിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് രാമായണം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ രാമനെ പിന്തുടരുകയാണ് ലോകം, നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് ഈ രാമായണത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. രാമന്റെ വഴിയെ നമ്മൾക്കും പോകാം. അപ്പൊ രാമായണം വായിക്കുക എന്ന് പറഞ്ഞാൽ രാമന്റെ പുറകെ പോവുക, രാമന്റെ വഴിയെ പോവുക. അങ്ങനെ രാമൻ നേടിയെടുത്ത ആ ഒരു ഉന്നതമായിട്ടുള്ള പദവി, ധർമ്മത്തിന്റെ മൂർത്തി എന്നതായിട്ടുള്ള പദവിയും അതിലൂടെ നേടിയെടുത്ത ആത്യന്തികമായിട്ടുള്ള ആ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യവും നമ്മൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ സാധിക്കും. അതിന് രാമനെ ശക്തനാക്കിയത്, രാമന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നപ്പോഴും തകർന്നു പോകാതെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ, തലയുയർത്തി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന് ബാല്യത്തിൽ കിട്ടിയതായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. വസിഷ്ഠ മഹർഷിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ വാൽമീകി മഹർഷി തന്നെ രചിച്ചതായിട്ടുള്ള രാമായണത്തെക്കാൾ വലിയ യോഗവാസിഷ്ഠ രാമായണം എന്നറിയപ്പെടുന്ന 32,000 ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള രാമായണം പഠിക്കണം. ഈ നമ്മൾ സാധാരണ വായിക്കുന്ന വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളെ ഉള്ളൂ എങ്കിൽ യോഗവാസിഷ്ഠ രാമായണം എന്ന വാൽമീകി രചിച്ച കൃതി 32,000 ശ്ലോകങ്ങളാണുള്ളത്. അതിലാണ് യഥാർത്ഥത്തിൽ രാമന് വസിഷ്ഠ മഹർഷി കൊടുക്കുന്നതായിട്ടുള്ള എല്ലാ തലത്തിലുള്ള ഉപദേശങ്ങളും, എല്ലാ ധർമ്മോപദേശങ്ങളും ഉണ്ട്. അതിലൂടെ ഏതൊരു ലക്ഷ്യമാണോ പ്രാപിക്കേണ്ടത്, ആ മോക്ഷത്തിന് വേണ്ടതായിട്ടുള്ള പരാവിദ്യ എന്ന വിദ്യ അതിവിപുലമായി ഉപദേശിക്കുക. ഇത്രയും വിപുലമായിട്ട് മറ്റൊരു ഗ്രന്ഥത്തില് അധ്യാത്മശാസ്ത്രങ്ങൾ, അധ്യാത്മ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ
പഠനത്തിന് വിഷയമാക്കുകയാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. നമ്മള് കേരളത്തിൽ ഇപ്പോ രാമായണ മാസകാലത്ത് എഴുത്തച്ഛന്റെ രാമായണം എല്ലാ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പാരായണം ചെയ്യുന്നുണ്ടെങ്കിലും ആ പാരായണത്തിൽ നിർത്താതെ രാമായണത്തെ നമ്മൾക്ക് കൂടുതൽ ആഴത്തിലും കൂടുതൽ ഗരിമയോടെയും ഗ്രഹിക്കാനായിക്കൊണ്ട് ശ്രമിക്കണം. ഇന്ന് രാമായണത്തെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അത് പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുമായിട്ടുള്ള ഒരു പക്ഷം ആളുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള കാലമാണ്. ഇന്നത്തെ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണവും ഇങ്ങനെയുള്ളവരെ പിന്തുടർന്നതിൻ്റെതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് കരകയറണമെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹിന്ദു സമൂഹം അവരുടെ ധർമ്മങ്ങളെ മനസ്സിലാക്കി വേണ്ട പോലെ അനുഷ്ഠിക്കുക, ആചരിക്കുക, ഇതാണ് മുഖ്യം. അപ്പൊ അതിന് രാമായണത്തെ വേണ്ട പോലെ പഠിക്കേണ്ടതുണ്ട്. അതിന് ഈ വാൽമീകി രാമായണവും യോഗവാസിഷ്ഠ രാമായണവും ഒക്കെ പഠിക്കാനുള്ളതായിട്ടുള്ളൊരു ശ്രദ്ധ നമ്മുടെ എല്ലാ ഹിന്ദു സഹോദരങ്ങൾക്കും ഉണ്ടാകട്ടെ. വരും തലമുറകൾക്കും നമ്മൾ ഈ രാമായണങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഈ ഒരു അറിവ് പകർന്നു കൊടുക്കാം. അതിനായിക്കൊണ്ടാവട്ടെ ഈ രാമായണ മാസം ആചരണം. അല്ലാതെ യാന്ത്രികമായിട്ട് കുറച്ച് രാമായണ ശീലുകൾ പാരായണം ചെയ്തു പോയത് കൊണ്ട് മാത്രം ആയില്ല. രാമായണം ഒരു മാസം മാത്രം വായിക്കാനുള്ളതും അല്ല. പണ്ടെല്ലാം പല ഗൃഹങ്ങളിലും നിത്യേന പാരായണം ചെയ്തിരുന്നതാണ്. ആ നിത്യപാരായണത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. നിത്യപാരായണം ഇല്ലാതായപ്പോഴാണ് മഹാത്മാക്കൾ തീരുമാനിച്ചത് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ. അപ്പൊ ഇനി നമുക്ക് കർക്കിടക മാസം എന്തായാലും നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് നന്നായിട്ട് തന്നെ രാമായണ മാസമായി ആചരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കാതെ എല്ലാ ദിവസങ്ങളിലും രാമായണ വർഷം തന്നെയായി മാറട്ടെ എന്നതാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന സങ്കല്പം. അപ്പോ ഈ രാമായണം വേണ്ട പോലെ ഗ്രഹിച്ചാൽ, പ്രത്യേകിച്ച് വസിഷ്ഠ മഹർഷി രാമന് കൊടുത്തതായിട്ടുള്ള ഉപദേശങ്ങൾ, വിശ്വാമിത്ര മഹർഷി കൊടുത്തതായിട്ടുള്ള ഉപദേശങ്ങൾ, ഇതെല്ലാം ഗ്രഹിച്ചാലേ ഇന്നത്തെ തലമുറയ്ക്ക് രാമനെ പോലെ ആവാൻ പറ്റുള്ളൂ. രാമൻ എന്ന് പറഞ്ഞാൽ ഈശ്വര അവതാരമാണെങ്കിൽ പോലും മനുഷ്യ അവതാരമായതുകൊണ്ട് ആ മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ എന്താ പറയുക കുറവുകളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, അഥവാ വീക്ക്നെസ്സുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം അദ്ദേഹം തരണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ ഉള്ളിൽ നിന്നുള്ള ധർമ്മബോധം കൊണ്ടാണ്. ആ ധർമ്മബോധം അദ്ദേഹത്തിൽ ഊട്ടി ഉറപ്പിച്ചത് ഈ ആചാര്യന്മാരാണ്, വസിഷ്ഠനും വിശ്വാമിത്രനുമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ സമൂഹവും ഇന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ഈ ധർമ്മബോധം വളർത്തിയെടുക്കണം. എന്നിട്ട് രാമനെ പോലെ ശക്തിയുള്ളവരായി മാറണം. ഏത് പ്രതിസന്ധിയെയും നെഞ്ച് വിരിച്ച് നേരിടാനുള്ളതായിട്ടുള്ള ചങ്കൂറ്റമുള്ള നല്ലൊരു ചെറുപ്പക്കാരുടെ സമൂഹമായിട്ട് നമ്മുടെ ഹൈന്ദവ സമൂഹം വളർന്ന് വരണം. ആ രാമനെ കുറിച്ച് തുളസീദാസ് പറയുന്ന ഒരു ശ്ലോകം എപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. രാമൻ എന്ന് ചിന്തിക്കുമ്പോൾ ആ ശ്ലോകം വരും. തുളസീദാസ് രാമായണം ആരംഭിക്കുന്നത് തന്നെ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ്. പ്രസന്നതാം യാനഗതാഭിഷേകതഃ തദാനമംളേ വനവാസകൃത്സ്രതഃ മുഖാംബുജശ്രീരഘുനന്ദനസ്യ യാം സദാസ്തു സാ മഞ്ജുളമംഗളപ്രദ. ആ രാമൻ തനിക്ക് നാളെ അഭിഷേകമാണ് എന്നുള്ളതായിട്ടുള്ള വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖാംബുജശ്രീ പ്രസന്നതയെ പ്രാപിച്ചില്ല. എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് അദ്ദേഹം തുള്ളിച്ചാടിയില്ല. അദ്ദേഹത്തിന്റെ ഭാവത്തിന് വലിയ മാറ്റമൊന്നും വന്നില്ല. അതേപോലെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ പറയണ വനവാസമാണ് നിനക്ക് വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വനവാസ കൃത്സ്രത, വനവാസ ക്ലേശങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ട് മുഖം വാടുന്നുമില്ല. തഥാ നമംളേ, നമംളേ എന്ന് പറഞ്ഞാൽ മ്ലാനമായില്ല. അപ്പൊ മുഖത്തിനൊരു വാട്ടവും ഉണ്ടായില്ല. അങ്ങനെ എപ്പോഴും പ്രസന്നമായിരുന്നതായിട്ടുള്ള, ഒരുപോലെ ഉണ്ടായിരുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുഖാംബുജശ്രീ എനിക്ക് എല്ലായ്പ്പോഴും മഞ്ജുളമായ മംഗളത്തെ നൽകുന്നതാവട്ടെ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്. നമുക്കും പ്രാർത്ഥിക്കാം. ആ രാമനെ പോലെ ആ സ്ഥിതപ്രജ്ഞരായിക്കൊണ്ട്
ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ളതായിട്ടുള്ള ഒരു സന്നദ്ധത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ അധ്യാത്മ വിദ്യകൾ നമ്മൾ അഭ്യസിക്കണം, രാമായണം നമ്മൾ വേണ്ട പോലെ ഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ രാമായണത്തിലേക്ക് എല്ലാവർക്കും ആഴത്തിൽ പഠിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവട്ടെ. രാമനെ കുറിച്ചിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറണമെങ്കിൽ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് യഥാർത്ഥത്തിൽ ആ രാമായണം കേൾക്കണം. എന്താണ് ധർമ്മം എന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ രാമൻ ചെയ്തത് ധർമ്മമോ അധർമ്മമോ എന്ന് അറിയാൻ കഴിയുള്ളൂ. അതിന് ധർമ്മത്തെ കുറിച്ച് ബോധമുള്ള അറിവുള്ള ആളുകളിൽ നിന്ന് വേണം രാമായണം കേൾക്കാൻ. അല്ലാതെ വഴിപോക്കരിൽ നിന്ന് രാമായണം കേട്ടിട്ട് വേണ്ട പോലെ ആവില്ല. പ്രത്യേകിച്ച് പലരും ഇന്ന് കാലത്ത് രാമായണത്തെ ദുഷിക്കാൻ വേണ്ടി മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഒട്ടും നമ്മൾ രാമായണം കേൾക്കാൻ പാടുള്ളതല്ല. അവർ പറയുന്നതൊന്നും ചെവിക്കൊള്ളാൻ പാടുള്ളതല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ രാമായണ മാസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ രാമായണ മാസം അത് രാമായണ വർഷമായി മാറട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.